രാഗ 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 ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വ്ലോഗ്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ്. വാവയുടെ പേരിടലാണ് ഇന്ന്. ആക്ച്വലി ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ആങ്സൈറ്റി, എന്തൊക്കെയോ ടെൻഷനുകൾ. എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട, കാരണം ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്ന സമയത്തേക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ വാവയുടെ അടുത്ത് മാറി നിൽക്കണമല്ലോ. അപ്പോൾ വാവ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ടെൻഷനുകൾ. അങ്ങനെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത മറ്റു ചില വികാരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വാവയുടെ പേരിടലാണ് ഇന്ന്. എന്താ പറയേണ്ടതെന്നറിയില്ല, ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആണ്. അതായത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തമാശയായിട്ട് എന്നോട് പറയാമായിരുന്നു, നിന്റെ കൊച്ചിൻ്റെ പേരിടലാണ്, നിന്റെ കൊച്ചിനെ കെട്ടിച്ചു വിടുമൊന്നും അല്ല ഇത്രമാത്രം ടെൻഷൻ അടിക്കാനെന്ന്. അതുപോലെയൊക്കെ ടെൻഷൻ അടിച്ച, എന്നാൽ ഭയങ്കര അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഹാപ്പിനെസ് ഒക്കെയുള്ള ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോവാണ്. ഇത് എൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഫ്ലാറ്റിൽ വെച്ച് നടത്തുന്ന വളരെ ചെറിയ വളരെ ഇൻറ്റിമേറ്റ് ഫംഗ്ഷനാണ്. എനിക്കറിയാവുന്ന, എനിക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ 9:30 ഒരു ഫംഗ്ഷനൊക്കെ വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു, ഫംഗ്ഷൻ്റെ സമയത്ത് കറക്റ്റ് എത്തണം, അങ്ങനെയുള്ള ടെൻഷനുകളൊന്നും ഞാൻ നിങ്ങൾക്ക് തരില്ല. എപ്പോഴെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ടൊന്ന് വാവയെ കണ്ട് നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നാൽ മതിയെന്ന്. പക്ഷേ ക്വൈറ്റ് സർപ്രൈസിംഗ്ലി ഒരുപാട് പേര് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. എല്ലാവരും മുകളിലെ ഫ്ലാറ്റിൽ ഇരിപ്പുണ്ട്. കൊച്ചിൻ്റെ അച്ഛനെ കൊണ്ട് 2 വാക്ക് പറയിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കൊച്ചിൻ്റെ അച്ഛൻ വന്നാട്ടെ, വാ ജീവ. അങ്ങനെ എന്താ പറയുക, ജീവൻ ഇപ്പോൾ പറയാറുണ്ട്, അതായത് നമ്മൾ പലപ്പോഴും പറയില്ല, ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും വീട്ടിലുള്ള ഭാര്യയുടെ ഭർത്താവിൻ്റെ സംസാരമൊക്കെ ഭയങ്കരമായിട്ട് കുറയുമെന്ന്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ തമ്മിൽ മിണ്ടാറിയില്ല. അതുകൊണ്ട് ജീവൻ എന്താ പറയാനുള്ളതെന്ന് എനിക്ക് അറിയില്ല. ജീവൻ പറയട്ടെ, പറയൂ ജീവ. എന്താ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ എന്റെ ഓഡിയൻസിനോട് എന്താ ജീവൻ പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു ദി ഡേ. ഒരു എന്താ പറയാ, പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്ലക്സ് എക്സസൈസ് ആണല്ലോ. സോ വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ ഡൂയിങ് ദാറ്റ്. ഫൈനലി വി അറൈവ്ഡ് അറ്റ് എ നെയിം. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഫംഗ്ഷൻ ആൻഡ് എൻജോയിങ് ദ ഡേ. ആക്ച്വലി ഈ പേര് ആദ്യം പറഞ്ഞത് ഞാനാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 10,000 പേര് പുറകെ പറഞ്ഞു. പക്ഷെ ആ ആദ്യം പറഞ്ഞ പേര് തന്നെ ജീവൻ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയായിരുന്നു. ബാക്കി വന്ന ഒത്തിരി ആൾക്കാർ ഈ പേരൊന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞപ്പോഴൊന്നും ജീവൻ ഇങ്ങനെ, നിന്റെ ഫ്രണ്ട്സ് അല്ലേ പറഞ്ഞത്, ലോക്കൽസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പേര് മാറ്റൂല എന്ന് വാശി പിടിച്ചോണ്ടിരുന്ന ആളാണ്. അതെന്താ ജീവ അത്രമാത്രം ആ പേരിനോട് മാത്രം ഒരു സ്നേഹം? അത് നമുക്ക് ചില സാധനം റിങ് ചെയ്യുമല്ലോ, നമുക്കത് ഇഷ്ടപ്പെടും, ഒരു ഇൻറ്റ്യൂട്ടീവ്ലി നല്ലതാണെന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നിയ ഒരു പേരാണിത്. എനിക്ക് രണ്ടാമത് ചിന്തിക്കാൻ തോന്നിയില്ല. മോർ ഇമ്പോർട്ടൻ്റ്ലി പേര് റിവീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും അത് നമ്മുടെ 2 പേരുടെ പേരുകളായിട്ട് വളരെ മാച്ചായി പോകുന്നൊരു പേരാണ്. അതിനൊരു ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഒരു സിമ്പിൾ പേര് വേണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അത് എനിക്കും ഉണ്ടായിരുന്നു. കാരണം പല ആൾക്കാരുടെയും കുട്ടികളുടെ പേര് പറയുമ്പോൾ ഞാനൊക്കെ 3 തവണ ചോദിക്കും, എന്താ പേര് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാർ, അവർക്കും വളരെ ബുദ്ധിമുട്ടാണ് കോംപ്ലക്സ് പേര് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്കാരിക്ക് വലിയ പ്രോസസ്സൊക്കെ ഉള്ളത് കൊണ്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 3 ആഴ്ച ഇങ്ങനെ കുറേ കറങ്ങി നടന്ന് അവസാനം അവിടെ തന്നെ. അതെ, എനിക്ക് ഒത്തിരി വിശ്വാസങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പൊ എനിക്ക് പേരിട്ടാൽ ശരിയാവോ എന്നൊക്കെ അറിയണം. അത് കറങ്ങി നടന്നെന്ന് പറയുന്നത് ഞാൻ ജോൽസിനോട് ചോദിക്കും, ഞാൻ ന്യൂമറോളജിസ്റ്റിനോട് ചോദിക്കും, പിന്നെ എനിക്ക് അറിയാവുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കും ഈ പേര് ഓക്കെ ആണോ എന്ന്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓക്കെ, എല്ലാവരും ഓക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഞാനിങ്ങനെ നീട്ടിയൊക്കെ രാഗ ജീവൻ മേനോൻ എന്നൊക്കെ ഇടാവോ എന്നൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടെന്ന്, എല്ലാവരുടെ ഒരു കളക്റ്റീവ് ഡിസിഷൻ ആവുന്ന വേണ്ടെന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാഗ ജീവനുള്ള കുഞ്ഞു പേരിൽ ഞങ്ങൾ ഒതുക്കി. അതെ, ഞാൻ നിങ്ങളോട് നേരത്തെ പേര് റിവീൽ ചെയ്തു. മോളിൽ ചെന്ന ബാക്കിയുള്ളവരോട് കൂടെ ഈ പേര് പറയട്ടെ കേട്ടോ. അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് മോളിൽ കാണാം. രാഗ 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 കുഞ്ഞുമണി
പേരിന്റെ പുറകിലുള്ള സ്റ്റോറി കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഭർത്താവാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവ് പറയൂ. വളരെ സിമ്പിളാണ്. എൻ്റെ മനസ്സിൽ ഒരു വളരെ സിമ്പിൾ നെയിം വേണം എന്നായിരുന്നു. അപ്പോൾ ഐ തിങ്ക് വെൻ ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ ആ സമയത്ത് ഈ ഒരു പേര് എൻ്റെ ഹെഡിൽ അങ്ങോട്ട് വന്നു, ഇൻറ്റ്യൂട്ടീവായിട്ട് വന്നു. അപ്പോൾ ഫോർ മീ ഇറ്റ് മെയ്ഡ് ലോട്ട് ഓഫ് സെൻസ്. രാഗ എന്ന വാക്കിനർത്ഥം മെലഡി എന്നാണ്. അത് വീണയുടെ പേരായിട്ടും ഒരു നല്ലൊരു കണ്ടിന്യൂറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് നോക്കിയപ്പോൾ എൻ്റെ പേരുമായിട്ട് നല്ല കണ്ടിന്യൂറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് രാഗ ജീവൻ മീൻസ് മെലഡി ഓഫ് ലൈഫ്. അപ്പോൾ ആ ഒരു തോട്ടിൽ ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇട്ടു. പൊട്ടക്കുത്തൊട്ടെന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് പൊട്ടക്കുചക്കര. ഒരു ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടെൻഷനും ഇല്ലാതെ A to Z എല്ലാ കാര്യങ്ങളും ഒരാൾ നോക്കാനുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായ കാര്യമായിരിക്കില്ലേ? അങ്ങനെ ഒരാളാണിത് അമൃത. അമൃത എൻ്റെ സാരി, ഈ കാണുന്ന സാരി, ഈ കിളിയുള്ള ബ്ലൗസ്, ഈ ബാക്ക് ഡ്രോപ്പ്, ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇതെല്ലാം ചെയ്തത് ഒരു സിംഗിൾ പേഴ്സൺ ആണ് അമൃത. അമൃതയ്ക്ക് ഋത്വ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അത് കൂടാതെ ഹാപ്പി ഹൈവ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ 5 minutes ആയി. 5 minutes ആയി സദ്യ വരാത്തതിലുള്ള അക്ഷമയായ കുഞ്ഞിനെയാണ് നിങ്ങളവിടെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ഹൈവ് എന്ന് പറയുന്ന ഇവന്റ് കമ്പനി ഉണ്ട്. ആ ഇവന്റ് കമ്പനിയാണ് ഇത് ചെയ്തത്. എൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോംലി ഫീല് കിട്ടുന്ന ഒരു തീം സെറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് അമൃത വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അമൃത ഹാപ്പി അല്ലേ? അതെ അതെ, വെരി ഹാപ്പി ദാറ്റ് വി കുഡ് ഗെറ്റ് എ ചാൻസ്. ഇങ്ങനെ ചെയ്യാനൊരു ചാൻസ് വന്നു. വീണ, താങ്ക് യു സോ മച്ച്. വി ആർ ഓൾ വെരി വെരി ഗ്രേറ്റ്ഫുൾ. അയ്യോ, വളരെ സന്തോഷം ഇങ്ങനെ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു സാരി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു ബ്ലൗസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്ത് വേണമെന്നുണ്ടെങ്കിലും അവരുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ ഇൻ വൺ പാക്കേജ് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കേടാ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇത് മറ്റേ ഇനി എന്റെ വാവയുടെ 1 വയസ്സിന്റെ പുതിയ സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും വിളിക്കുന്നുണ്ട് അതിന് വേണ്ടിട്ട്. അതെ, അതെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആക്ച്വലി ഇതൊരു വളരെ ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആചാരങ്ങൾ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല, വളരെ ചെറിയ രീതിയിൽ നമ്മളൊരു ചടങ്ങ് നടത്തുന്നു എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ചെയ്ത ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ കഴിഞ്ഞു, 11 മണിയായി. ഇപ്പോൾ 10:15 വരെയുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അങ്ങ് പോയി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വന്നവരെല്ലാവരും വളരെ ഹാപ്പി ആണെന്ന് കാണുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളൊരു എത്ര വലിയ ഇവന്റ് ആണെങ്കിലും ചെറിയ ഇവന്റ് ആണെങ്കിലും അത് കോർഡിനേറ്റ് ചെയ്യുക, അതിൽ എല്ലാവരും ഹാപ്പി ആവുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ആ ഇവന്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ സദ്യയാണ്. ആ സദ്യയോടുകൂടി നമ്മുടെ ഈ പരിപാടി ബൈൻഡപ്പ് ചെയ്യുകയാണ്. സദ്യക്ക് എല്ലാവരും ഒക്കെ വന്നിരുന്നു. നമ്മൾ വിചാരിക്കില്ലേ 11 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുമോ എന്നൊക്കെ. പക്ഷെ വളരെ നേരത്തെയാണ് നമ്മൾ പരിപാടിക്കൊക്കെ ഒരുങ്ങുന്നതെന്നുണ്ടെങ്കിൽ 11 മണിയാകുമ്പോഴും നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള വിശപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം അല്ലേ? നിങ്ങൾ സാധാരണ ഡോക്ടർമാർ എന്തൊക്കെ ജോലി എടുക്കുന്നതാണ്ടേക്കുന്നത്? ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും, കൂടി പോയാൽ നമ്മളോട് ചിലപ്പോൾ കുറച്ച് വർത്താനമൊക്കെ പറയും. സദ്യ വിളമ്പുന്ന ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? സദ്യ വിളമ്പുന്ന ഒരു ഓർത്തോപെഡിക് സർജനെ ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡോക്ടർ അനൂപ് അർസി. ഡോക്ടറെ, സദ്യയൊക്കെ കറക്റ്റായിട്ട് പോകുന്നില്ലേ? ഇതാണ് നിങ്ങളൊക്കെ എന്നോട് ചോദിക്കാറില്ലേ, മറ്റേ ഗ്ലൂട്ടഥൈഡിന്റെ കഥയൊക്കെ പറയാറില്ലേ, ഗ്ലൂട്ടഥൈഡ് അടിച്ചു തരുന്ന ഓർത്തോപെഡിക് ഡോക്ടറായത്. അതൊക്കെ ചെയ്യാവാ നിനക്ക്? അല്ല, ഈ ഡോക്ടറായിട്ടോ എന്നോട് ഗ്ലൂട്ടത്തയോൺ അതുപോലെ ലോകത്തിലെ എല്ലാ അലവലാതി പരിപാടികൾക്കും എന്നെ പ്രേരിപ്പിക്കുന്ന ഡോക്ടർ. ഞാൻ പൈസ ഒന്നും കൊടുക്കാറില്ല, എല്ലാം കൊളാബാന്ന് പറയും. പക്ഷെ വീഡിയോയിലും ഞാൻ കൊടുക്കാറില്ല, ഒന്നും ഞാൻ ചെയ്യാറില്ല. പോയി മറ്റേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും, അത്ര മാത്രമേ ഉള്ളൂ. നീ അല്ലേ ഹാപ്പി അല്ലേടാ? അത് ശരിയാണ്. ഞാൻ ഇവന്റെ മറ്റേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മറ്റേ ഫാർമസി കയറിയിട്ട് നമ്മൾ മറ്റേ ലെക്സ് സന്തൂർ പിയേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാനിങ്ങനെ എനിക്ക് വൈറ്റമിൻ സി വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നും പറഞ്ഞ് എല്ലാം ഞാൻ വെറുതെ എടുത്തോണ്ട് പോരും. ഇവന്റെ മനസ്സിൽ എന്നെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ പുറത്തൊന്നും കാണിക്കാറില്ല. നിങ്ങളോടൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ പരിപാടിക്ക് കയ്യിൽ നെയിൽ വെക്കും, കാലിൽ പടം വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഈ മഹതി എന്നോട് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് ഈ മഹതി ഇന്നലെ രാത്രി ആ പ്രദേശത്തേക്കേ വന്നില്ല.
ഇന്ന് രാവിലെ 7 മണിയായപ്പോ വന്നേക്കുന്നു, നിനക്ക് ഞാൻ എന്ത് ചെയ്ത് തരണം? അപ്പൊ ഞാൻ മേക്കപ്പ് അടക്കം ചെയ്ത് കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്തൊരു ദുഷ്ടത്തരാണ് ഇവിടെ ചെയ്തതെന്നറിയോ എന്നോട്? എന്താ അത് വളരെ തിരക്കുള്ള ഒരു ബിസിനസ് പേഴ്സൺ ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. നീ കഴിക്കടി, എല്ലാരും കാണട്ടെ നീ ഭക്ഷണം കഴിക്കുന്നത്. കഴിക്കേ ഇനി അതെ 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 ഇതാ എന്താടാ ഇനി ഈ മാഡത്തെ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയല്ല ഇവൾ എന്നെ കൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് എടുപ്പിച്ച്. ഇനി ഈ നാട്ടിൽ ഇതിനെ കുറിച്ച് എന്നെ തെറി വിളിക്കാത്ത മനുഷ്യന്മാരാരും ഇല്ല. ഇവളുടെ ഐഡിയ ആയിരുന്നു അത്, ഇവളുടെ സ്വന്തം ഐഡിയ എന്റെ മാത്രം. ആരൊക്കെയോ 1-2 പേര് നല്ലത് പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഞാൻ സ്വന്തമായിട്ടാണ് ഒറിജിനൽസ് എന്റർടൈൻമെന്റ് നടത്തുന്നതെന്ന്. അല്ല, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ലീവിലാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവന്റെ ഒരേ ഒരു ഭാര്യയാണ് ഈ ഇരിക്കുന്നത്, കൃഷ്ണപ്രിയ, ശ്യാമിന്റെ വൈഫാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ എനിക്ക് മറ്റേ എല്ലാം ഗ്രാൻഡ് ചെയ്തേക്കാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം പോലും ഓഫീസിൽ പോകുന്നില്ല, ഭർത്താവാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാം വളരെ കാര്യമായിട്ട് പോട്ടെ സാരമില്ല എന്ന് പറയുന്ന ഒരു ഭാര്യയാണ്. ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഭർത്താവ് ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് പല കാര്യങ്ങളും നേടുന്നുണ്ട്, കുഴപ്പമില്ല. എന്താ അതെനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെയാണ്. നീ കഴിച്ചോടി, ഇനി ഇവരെയൊക്കെ നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ വേറെ ചാനലിൽ നിന്ന് ചാടിച്ചോണ്ട് വന്ന 2 ആൾക്കാരാണ്. ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ആങ്കറിങ് മുഖങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ ഹാപ്പി അല്ലേടാ? അല്ലേ? വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. നല്ല ഫുഡായിരുന്നു. വാവയൊക്കെ ഉണ്ട്, നല്ല വാവ. അവരുടെ പേര് ഇഷ്ടപ്പെട്ടു. എന്റെ ചേച്ചിയുടെ അതേ പേര്. അവര് പറയാനുള്ളതൊക്കെ പറഞ്ഞു, എന്റെ പണി തീർത്തു. അപ്പൊ നമ്മള് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് ഭക്ഷണം കഴിക്കുന്നത് നിർത്തും. അതുകൊണ്ട് ഞാൻ വേഗം പുറത്തേക്ക് പോകട്ടെ. ഞാൻ എൻ്റെ ഓഫീസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് നല്ലൊരു ആർക്കിടെക്റ്റിനെ വേണമായിരുന്നു, നമ്മുടെ സ്റ്റുഡിയോ വളരെ ഭംഗിയായിട്ട് ചെയ്തു തരാനായിട്ട്. അന്ന് ആദ്യമായി വന്ന ആളാണിത്, റീജ ക്ലോഡിയ ഡിസൈൻസ്. അതിനുശേഷം ഇപ്പം ഞാൻ മോഡലിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയുള്ള മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളും എനിക്കിന്ന് കൊണ്ട് തന്നിട്ടുണ്ട് റീജ. പിന്നെ റീജയുടെ സ്റ്റുഡിയോയുടെ വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഗർഭിണിയായി പോയി. ഗർഭിണി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പ്രസവം കഴിഞ്ഞ് വന്നിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഒക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, വീണ്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആർക്കിടെക്ചറൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം. വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഭംഗിയുള്ള ഡിസൈൻസ് റീജ ഗ്യാരണ്ടി ചെയ്യും. ഇല്ലേ റീജ? അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വളരെ സത്യം. അതെ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ, വളരെ സത്യമായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലുള്ള അതിൻ്റെ ഫേർണിച്ചർ, അതിൻ്റെ കളറ്, അതിൻ്റെ ആ ഒരു ഡിസൈൻസ് എല്ലാം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ചെയ്തു തന്ന ആളാണ്. താങ്ക് യു സോ മച്ച് റീജ. എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? ഒന്നുമില്ല, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. എൻ്റെ പൊന്നെ, അങ്ങനെ എല്ലാ ഫംഗ്ഷനും തീർത്തു. സമാധാനപരമായി നമ്മൾ പരിപാടി ക്ലോസ് ചെയ്തു. ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ഇതെന്താവും എങ്ങനെയാവും എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആ സമയത്തൊക്കെ കൂളായിട്ട് ഒന്നുമില്ല ചിന്നു, എന്താ പറയുക, കാമായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡിയാണ് നിങ്ങളെ കാണുന്നത്. ഡാഡി എന്നേക്കാൾ കളർഫുൾ ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടാണ് ഞങ്ങളെ കണ്ടോ. ഞങ്ങളൊക്കെ മറ്റേ ഓഫ് വൈറ്റ് കളറുകളൊക്കെ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ഡാഡി നമുക്ക് ചുമപ്പെടുത്താലോ നീലെടുത്താലോ എന്നൊക്കെ ചോദിച്ചാൽ അവസാനം ഞങ്ങൾ നീലയിൽ ഫിക്സ് ചെയ്താണ്. ആക്ച്വലി ഫംഗ്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോ സിമ്പിൾ ആൻഡ് സോ ഗ്രാൻഡ്. അതാണ് വളരെ ലളിതമായിരുന്നു. വളരെ കുറച്ച് ആളുകളെ വിളിച്ചിരുന്നുള്ളൂ, പക്ഷെ വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങായി മാറി. നിങ്ങൾ വിചാരിക്കില്ലേ നമ്മളിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്? ഇല്ല, എൻ്റെ ഡാഡി ഇങ്ങനെ മാത്രമേ സംസാരിക്കുള്ളൂ, മറ്റേ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന പോലെ മാത്രമേ സംസാരിക്കുള്ളൂ. ഞാനാണിങ്ങനെ വളവളാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ മറ്റേ സാമൂഹ്യ പ്രവർത്തകരായതുകൊണ്ട് ഇവരൊക്കെ അച്ചടിച്ച ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് സത്യത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇങ്ങനെ പൊതുരംഗത്തേക്ക് ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കാൻ വളരെ നിർബന്ധിതരാകും. വളരെ വേരീഡ് സബ്ജക്ട്സിൽ, അതുപോലെ തന്നെ വ്യത്യസ്ത അവസരങ്ങളിൽ, വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഒരു വീടിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇത്രയൊരു സംസാരത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്ന് നമ്മളൊരു പൊതുരംഗത്തേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ വേണ്ടി വരും.
ഇനി എന്റെ വാവയും കുറച്ച് കഴിയുമ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടോ, കാരണം അപ്പൂപ്പനും അമ്മമ്മയുടെ കൂടെയാണല്ലോ ഫുൾ ടൈം ഇരിക്കുന്നത്. നന്നായി സംസാരിക്കാന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ്, സംശയമില്ലാത്തൊരു കാര്യം. അപ്പൊ ശബ്ദരായിരിക്കാന്ന് പറയുന്നതല്ല ശരി, ശബ്ദം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഇപ്പൊ വാവ ക്ഷീണിത, എന്തായാലും വളരെ താങ്ക്ഫുള്ളി അവള് ത്രൂ ഔട്ട് ദ ഫംഗ്ഷൻ കിടന്ന് ഉറങ്ങി നമ്മളെ സഹായിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഭയങ്കരമായി പോയി. അത് തന്നെ, എത്ര ഒച്ചയും ബഹളവും ലൈറ്റും ഒക്കെ ഉണ്ടായിട്ടും ഉണർന്നുമില്ല, ഒരു കരച്ചിലും ഉണ്ടായില്ല. വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് ഉറങ്ങിക്കൊണ്ടേയിരുന്നു. എന്തിനു സംഭവിച്ചത്? അതെ, ലൈറ്റിൽ കിടക്കുമ്പോ കുട്ടി വീഡിയോയും ക്യാമറയും ഈ ആൾക്കാരെയും ഒക്കെ അതുകൊണ്ട് അറിയാതെ, കുഞ്ഞിനെ അറിയാതെ. അതെ, അങ്ങനെ ഏതായാലും ഞങ്ങളുടെ പരിപാടിയൊക്കെ തീർന്നു. ഇനിയിപ്പോ ഭംഗിയായി. നമ്മൾ ഉദ്ദേശിച്ച വളരെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും, നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ക്ലോസ് റിലേറ്റീവ്സ് എല്ലാവരും വന്നു. എല്ലാവരും സമയത്തിന് തന്നെ വന്നു. ഭക്ഷണവും നന്നായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഫംഗ്ഷനെ കുറിച്ചും ഈവൻ അതിന്റെ കോർഡിനേഷനെ കുറിച്ചും ഒക്കെ. അപ്പൊ ഏതായാലും എന്താ പറയാ, സദ്യം വളരെ നന്നായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതൊക്കെയായിരുന്നു, സദ്യ നന്നാവണേ, ഫംഗ്ഷൻ ആർക്കും ബോറടിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതെല്ലാം ഓക്കെ ആയി, പരിപാടി തീർന്നു, ഞങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. എല്ലാവരോടും, എൻ്റെ ഫാദർ ഇങ്ങനെ കാര്യമായിട്ടിരുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ആദ്യമായിട്ടാണല്ലേ, എല്ലാവരോടും ബൈ പറയും. ബൈ.